അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നന്ദി ഹിൽസിലേക്കാണ്. നന്ദി ഹിൽസിലേക്ക് പോകണമെന്ന് കുറച്ച് നാളുകളായിട്ട് ആലോചിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബൈക്കിൽ. പക്ഷേ പോകാൻ സാധിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ജോലി തിരക്കായിരുന്നു. അപ്പോൾ ഈ വീക്കെൻഡിൽ എനിക്കൊരു 2-3 ദിവസം ഒരുമിച്ച് കിട്ടി. അപ്പോൾ നന്ദി ഹിൽസിലോട്ട് പോകാൻ ഓർക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പം രാവിലെ ഇപ്പോൾ സമയം 8:15. പക്ഷെ എന്നിട്ട് ഇവിടെ ഒരു ഭയങ്കര തണുപ്പ് ഫീലാണ്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ലാൽബാഗിൽ പോയി. അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട്. അപ്പോൾ അവിടെ പോയി ഞാൻ ആ വീഡിയോ വൈകിട്ട് വന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത്. പക്ഷേ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞൊരു എനിക്കൊരു 60-70 വ്യൂ ആണ്ട് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ എനിക്കൊരു 20 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പം എനിക്കങ്ങനെ ഒരു വ്ളോഗിങ് അങ്ങനെ ഒന്നും ചെയ്യണമെന്ന് ഞാൻ ഓർത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇങ്ങനെ വീഡിയോ കാണുകയും ചെയ്യുമ്പോൾ പറ്റുമ്പോഴൊക്കെ വീഡിയോ ഇതുപോലെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് ഇടണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട്, ചെയ്തോ. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ കൂടുതൽ എന്തൂസിയാസം വരും നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ പോണത് നന്ദി ഹിൽസിലേക്കാണ്. അപ്പം നന്ദി ഹിൽസ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്നൊരു 85 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 3-4 മണിക്കൂർ എടുക്കും എനിക്ക്. ഇത് സ്കൂട്ടറിലായതുകൊണ്ടാണ് അവിടെ എത്താൻ. അത്ര സ്പീഡിൽ പോകത്തില്ല, ഞാൻ ഇച്ചിരി പതുക്കെയാണ് പോകുന്നത്. കാരണം കുറച്ച് സംസാരിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. പിന്നെ അങ്ങനെ അത്ര ധൃതി വെച്ച് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ ചെല്ലുക, കുറച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുക, പോരുക എന്നുള്ളതേ ഉള്ളതുണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതാണ് നൈസ് റോഡ്. എന്ത് ഫ്രീ ആയിട്ടൊക്കെ കിടക്കുന്നത്. ആക്ച്വലി 3 ലൈനുണ്ട്. ഇപ്പോൾ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് ഈ ലൈൻ വഴി വേണം ഓടിക്കാനായിട്ട്. കാരണം അത് നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴത്തേനും റൂള് ഫോളോ ചെയ്യണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാറിലൊക്കെ പോകുന്ന സമയത്ത് ബൈക്ക് കുറച്ച് സ്പീഡ് എടുക്കുന്ന ബൈക്കാണെങ്കിൽ അവർ ആ ലൈൻ വഴി പോകാനായിട്ട് നോക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് സജസ്റ്റഡ്. ആക്സിഡൻസ് ഒക്കെ എപ്പോൾ വേണ്ടിയിട്ടുണ്ടാകും. നൈസ് റോഡിൻ്റെ എക്സിറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ലിപ്പ് കൂടെ കാണിക്കണം. അപ്പോൾ നൈസ് റോഡ് നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇത് മൈസൂർ റോഡാണ്. ഈ മോളിൽ കൂടെ പോകുന്നത്. ഇതുവഴി നേരെ പോയാൽ നേരെ നമ്മൾ മൈസൂരിലേക്ക് കണക്റ്റ് ആവും. അപ്പം നമ്മൾ മൈസൂരിലേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ പോയിട്ട് ദേവനഹള്ളിയിലോട്ടാണ് കണക്റ്റ് ആകുന്നത്. ഈ റോഡിൽ സാധാരണ പോലീസ് ചെക്കിങ് ഒത്തിരി കാണാറുണ്ട് സ്പീഡിന് വേണ്ടിയിട്ട്. ഞാൻ കാറിൽ വരുന്ന സമയത്ത് ഇവിടെ വരുമ്പം എസ്പെഷ്യലി കെയർഫുള്ളായിരിക്കും. ഇവിടെ ഉറപ്പായിട്ടും അവന്മാർ നിൽക്കും. ഇവിടെ ഒത്തിരി പേരെ പിടിച്ച് ഫൈൻ ചെയ്യുന്നൊരു സ്ഥലമാണിത്. കാരണം ഒന്നാമത് ഇവിടെ സ്പീഡ് എടുക്കാം, പ്രത്യേകിച്ച് തിരിച്ചു വരുമ്പോൾ മറ്റേ സൈഡിൽ. കാരണം ആ സൈഡിൽ നിന്ന് വരുമ്പം നല്ലൊരു ക്ലിയറൻസ് ഉണ്ട്, അവിടെ ട്രാഫിക്കും കുറവാണ്. അതുകൊണ്ട് ആൾക്കാർ ഇച്ചിരി സ്പീഡിൽ വരും. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എനിക്ക് തോന്നുന്നത് ഒരു 70-80 ഏണ്ടാണ്. 100 ടച്ച് ചെയ്യുന്ന വണ്ടികളൊക്കെ അവന്മാർ പിടിച്ചത്. ഇങ്ങനെ രാവിലെ ആക്ച്വലി വണ്ടി ഓടിക്കാൻ നല്ലൊരു സുഖമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, എനിക്ക് വീട്ടിലിരിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അപ്പം ഈ സാറ്റർഡേ സൺഡേ ഞാൻ എന്ത് ചെയ്യും എന്നോർത്തിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് ആലോചിച്ചത്. അപ്പോൾ കഴിവതും എവിടെയെങ്കിലുമൊക്കെ പോകാം യാത്ര ചെയ്ത് എന്ന്. വീട്ടിൽ ഇരിക്കുന്നതിൽ നല്ലതല്ല. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള യൂട്യൂബ് എല്ലാം കാണും, തലയിലോട്ട് കയറ്റിയിട്ട് ഞാനിരുന്ന് ടെൻഷൻ അടിക്കുക. എന്തിന്? നമ്മളിപ്പം ഹെബ്ബാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഹെബ്ബാൾ ഇവിടുന്ന്
ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് തിരിയും. ഒന്ന് ഏലങ്കിക്ക് പോകുന്ന നേരെ ദേവനഹള്ളിക്ക് പോകും. നമ്മൾ ദേവനഹള്ളിക്കുള്ള റോഡ് പിടിക്കാം. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്യാമറ EZ1 എന്ന് പറഞ്ഞ ക്യാമറയാണ്. അത് വളരെ ചീപ്പായിട്ട് കിട്ടിയൊരു ക്യാമറയാണ്. എനിക്കത് മതിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, വലിയ മോട്ടോ വ്ളോഗിങ് പോലെ ഒന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇറ്റ്സ് ഇനഫ്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം, ബാറ്ററി ബാക്കപ്പ് ഒരു 1.5 മണിക്കൂർ കൂടുതൽ കിട്ടുന്നില്ല. ആക്ച്വലി ഞാനൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പം ഓഫായി പോകും. പക്ഷെ അവർ കമ്പനിക്കാർ ഒരു ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 2 ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇത് വേണേൽ മാറ്റിയിടാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇത് വർത്ത് ഫോർ മണി എന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി ഈ റോഡിൽ വണ്ടികളൊക്കെ ഒരു 100 താഴെ പോകാറില്ല. ഇതിലിപ്പോൾ ഞാൻ 70 കിലോമീറ്റർ സ്പീഡിലാണ് പോകണേ. 70 കിലോമീറ്റർ സ്പീഡ് ഈ ബൈക്കിന് മാക്സിമം. അതിന് മുകളിൽ പോകാം, പക്ഷേ അതിന് മുകളിൽ പോയാൽ ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല. ആ കാണുന്ന ഏരിയയൊക്കെ എല്ലാം അവിടെയാണ് യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ എൻ്റെ പ്രോജക്ട്സുകളൊക്കെ നടന്നിട്ടുള്ള യലഹങ്കയിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ബാംഗ്ലൂർ എയർ ഷോ നടക്കുന്ന സ്ഥലമുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതൊക്കെ BSFൻ്റെ ഒക്കെ സ്ഥലങ്ങളാണ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒക്കെ. ഇതെല്ലാം കംപ്ലീറ്റ് മിലിറ്ററി, എയർഫോഴ്സ് കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ് ഈ ഏരിയ. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടും ഉണ്ട്. ബാംഗ്ലൂർ എയർപോർട്ട് അമേസിങ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ടെർമിനൽ 2 വേറെ ലെവൽ. അടിപൊളി ഇൻറ്റീരിയേഴ്സും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സൂപ്പറാണ്. ഇത് എയർഫോഴ്സ് സ്റ്റേഷനാണ്. ഇവിടെയാണ് നമ്മുടെ എയർ ഷോ നടക്കുന്നത്, യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ. ഇതെല്ലാം അവരുടെ കോമ്പൗണ്ടാണ്. ഈ സൈഡിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണും, ലെഫ്റ്റിലും റൈറ്റിലും. ഞാൻ നമ്മുടെ ഹൈവേയിൽ നിന്ന് ടേണ് ലെഫ്റ്റിലോട്ട് എടുത്തായിരുന്നു കേട്ടോ, നന്ദി ഹിൽസിലേക്ക്. അടിപൊളി സ്ഥലം കേട്ടോ മോനെ, പച്ചപ്പ് കണ്ടോ. റെയിൽവേ ക്രോസ്. എന്താ ഫീല്. പോളി മോനെ ദിനേശ. മാറി കാറ്റാട്ടോ. ഈ കാറിൽ വരുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. എന്താ അവസ്ഥ. നന്ദി ഹിൽസിൽ പോവാണെങ്കിൽ രാവിലെ പോകണം. ആക്ച്വലി ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ വരണം, എന്നാലേ ഉള്ളു സൺറൈസ് ഒക്കെ കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവാ. JW Marriott ഇവിടെയാണ്. അടിപൊളി മോനെ, ഫുൾ യൂക്കലി മരങ്ങളാണല്ലോ. ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ചൊരു തണുപ്പുണ്ട്, ഇവിടെ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്.
കാരണം ആ സിറ്റിയുടെ ആ പൊല്യൂട്ടഡ് ഏരിയ എന്നൊക്കെ മാറി വന്നപ്പോഴത്തേനും ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. ആക്ച്വലി ബാംഗ്ലൂർ ക്ലൈമറ്റ് ഇങ്ങനെ ആയിരുന്നു നേരത്തെ. ഞാൻ ഇവിടെ 2000 വരുന്ന, അപ്പോൾ ആ സമയത്ത് ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇങ്ങനെ ആയിരുന്നു. പിന്നെ സിറ്റി പോപ്പുലേഷൻ കൂടി, ഓഫ് കോഴ്സ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ പോപ്പുലേഷൻസ് കൂടും, അതുപോലെ ട്രാഫിക് കൂടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ എല്ലാ സിറ്റിക്കും ഉണ്ടാകുന്നതായ പ്രോബ്ലംസ് ബാംഗ്ലൂരിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ്സ് ഫൈൻ. പക്ഷെ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും അവരവരുടെ പങ്ക് വഹിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഗവൺമെൻറ് ദേ ഹാവ് ടു ഡു ദെയർ ജോബ്, ബട്ട് we also have to make sure how we can, safeguard the nature or whatever. അതാണ് നന്ദി ഹിൽസിൻ്റെ ചെക്ക് പോസ്റ്റ്. അവിടെ രാവിലെ 6 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഇതിൻ്റെ ടൈം. അപ്പോൾ അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് കിടക്കും. പിന്നെ 6 ആകുമ്പോൾ അവർ തുറന്നു കഴിഞ്ഞിട്ട് പോകേണ്ടി വരും. ഇത് എന്താ വ്യൂ മോനെ! വേറെ ലെവൽ ഫീലാട്ടോ ഇട്ടാ മോനെ. രാവിലെ ഒരു 6 വന്നിരുന്നെങ്കിൽ എന്താ പറയുക, ആ കോടമഞ്ഞിൻ്റെ അതൊക്കെ കിട്ടിയ ഫീല് അതൊന്നും ഇല്ലിപ്പം. ഇച്ചിരി പ്രശ്നമാണ്. ഈ കുരങ്ങന്മാരെ, ഇവന്മാരെ ഫീഡ് ചെയ്യുന്ന സൂക്ഷിക്കണം. ഈ കുരങ്ങന്മാരെ, അവന്മാർ നമ്മളെ കയറി അറ്റാക്ക് ചെയ്തോളെ. മുറ്റത്തെ മുല്ലത്തണലിൽ മൂവന്തി ചോക്കും നേരം മുന്നാഴി കനവുകൾ കാണും സുന്ദരിയേ. മുക്കുത്തി കമ്മലണിഞ്ഞ് പൊൻവളകൾ കയ്യിലണിഞ്ഞ് വന്നെത്തി പെൺകൊടി നീ എന്നോർമകളിൽ. മുല്ലത്തണലിൽ മൂവന്തി ചോക്കുന്നേരം മുന്നാഴി കനവുകൾ കാണും സുന്ദരിയേ. യെസ്, ഇനി കിടക്ക കേട്ടോ. തണുപ്പ് കയറി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. താഴെയൊക്കെ ഉണ്ടോ? ഏടാ, ഇതാണ് എൻട്രി.
കാർ പാർക്കിനുള്ള സൗകര്യം അവർ തന്നിട്ടുണ്ട്. എന്താ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കാറുകൾ പാർക്ക് ചെയ്യാം, ബൈക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ ആക്ച്വലി ഇവർ നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നടക്കാനൊക്കെ കേട്ടോ. ഇത് സൺറൈസ് വ്യൂയിലേക്കുള്ള വഴിയാണ്. കുറച്ച് നടക്കാനുണ്ട്. കരിമഷിയാൽ കണ്ണുകളെഴുതി ചെഞ്ചുണ്ടിൽ ശോണിമയേറ്റി കാൽത്തളകൾ കിലുക്കി മെല്ലെ അണയുമ്പോൾ. കരിമഷിയാൽ കണ്ണുകളെഴുതി ചെഞ്ചുണ്ടിൽ ശോണിമയേറ്റി കാൽത്തളകൾ കിലുക്കി മെല്ലെ അണയുമ്പോൾ. പരിഭവമോ മന്ദസ്മിതമോ കണ്ണിണയിൽ കണ്ടു ഞാൻ. പരിഭവമോ മന്ദസ്മിതമോ കണ്ണിണയിൽ കണ്ടു ഞാൻ. മടിയാതെ പറയുക വേഗം കൺമണിയേ. മുറ്റത്തെ മുല്ലത്തണലിൽ മൂവന്തി ചോക്കും നേരം മുന്നാഴി കനവുകൾ കാണും സുന്ദരി. ഇവിടെ ഇങ്ങനൊരു വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതുവഴി നടന്ന് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാം. ಇದು ನೀವು ಇಲ್ಲ ಮಾತ್ರ ಸರ್ವಿಸ್ ಇದೆಯಾ? ಇಲ್ಲಿಂದ ಕೆಳಗಡೆ ಪಾರ್ಕಿಂಗ್ ಇದೆಯಲ್ಲ ಅಲ್ಲಿ ತನಕ? ಹೌದಾ? ಸೊ ಇದು ಕರ್ನಾಟಕ ಟೂರಿಮ್ಸ್ ಅಂತಲ್ಲ. ನಿಮ್ಮ ಹೆಸರು ಹೇಳಿ. ಲೊಕೇಶನ್ ഓക്കെ. ഇവിടുന്ന് താഴെ വരെ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ബസ്സായത്. നടന്നു പോകേണ്ടവർക്ക് നടന്നു പോകാം. ഇവിടെ നോക്കിയാലും നോക്കിയേ, ഒത്തിരി പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ മോളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാറയാണ്. ഇതുണ്ടോ, പാറ കൊണ്ട് സീലിംഗ് ഉണ്ടാക്കിയിരിക്കുക. ഡോറൊക്കെ നോക്ക്, എത്ര ചെറിയ ഡോറാണ് നോക്ക്. എന്ത് രസമുണ്ട് കാണാൻ. ഒത്തിരി വർഷങ്ങൾ പഴക്കം കാണുന്നതിന്. അമേസിങ്. ഇവിടെ വേറെ കുറച്ച് സാധനങ്ങൾ ഞാൻ കണ്ടിങ്ങനെ. ഗാന്ധി നിലയ, നെഹ്റു നിലയ, സൺറൈസ് വ്യൂ പോയിൻ്റ്, പിന്നെ ഫുഡ് കോർട്ട് ഏരിയ. ഇതാണ് ഈ ഗാന്ധി നിലയ എന്ന് പറഞ്ഞാൽ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. ഓൺലൈൻ ബുക്ക് ചെയ്താൽ അവിടെ റൂംസ് ഉണ്ടാവും. പിന്നെ വേറെ ഒരു നെഹ്റു നിലയ എന്ന് പറഞ്ഞാൽ അതിന് റൂംസ് ഉണ്ട്. അതിൻ്റെ റിസപ്ഷൻ ഇങ്ങോട്ടെങ്ങാണ്ട് പോകുമ്പോഴത്തേനും ആണ് അതിൻ്റെ റിസപ്ഷൻ ഉള്ളത്. നമുക്കൊന്ന് വേണമെന്ന് പോയി നോക്കാം. ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പോയി അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവർ പറയുമോ ಇಲ್ಲയോ നമുക്കൊന്ന് നോക്കാം. ഇവിടെ റിസപ്ഷനിലൊന്ന് ചോദിച്ചു ನೋക്കാം. ಆನ್ಲೈನ್ ಬುಕ್ಕಿಂಗ್ ಇದೆಯಾ? ಇದೆ, ಆನ್ಲೈನು ಇದೆ. ಬಟ್ ಇಲ್ಲಿಂದ ಬುಕ್ ಮಾಡಿದ್ರೆ ಎಷ್ಟು ರೇಟ್ ಇದಕ್ಕೆ? ಹಾಂ ಹಾಂ, ಓ ಎಲ್ಲ ಆನ್ಲೈನೇ. ಓಕೆ, ರೈಟ್ ರೈಟ್. ಸೊ ರೂಮ್ಸ್ ಎಲ್ಲ ಹಿಂಗೆ ಡಬಲ್ ಆಕ್ಯುಪೆನ್ಸಿ ಇದೆ. ಓಕೆ, ಅದೇ ಸೇಮ್ ಗಾಂಧಿ ನಿಲಯ, ನೆಹರು ನಿಲಯ ಅದೆಲ್ಲ ಪಾರ್ಟ್ ಆಫ್ ಮಯೂರ. ಅಪ್ರಾಕ್ಸಿಮೇಟ್ಲಿ ವಾಟ್ ಇಸ್ ದ ರೂಮ್ ರೆಂಟ್ ಆನ್ಲೈನ್ ಬುಕ್ ಮಾಡಿದ್ರೆ? ಓ, ದೋಸ್ ಆರ್ ದ ಪ್ರೈಸ್ ಇದೆ. ഓക്കെ, ഇതാണ് നന്ദി ഹിൽസിൻ്റെ ഒരു മാപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, കണ്ടില്ലേ? ഓ, അവിടെ അവന്മാർ കോരങ്ങന്മാരാന്ന് തോന്നുന്നു.
ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു അവർ, കണ്ടോ? അവന്മാർ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. ले लो, मैं भी लेता हूँ। यूट्यूब में डालता हूँ, आगे आगे चलना, फेमस हो जाएगा। यूट्यूब है। हाँ। पवन सर का चैनल को आप सब्सक्राइब कीजिएगा और शेयर कीजिएगा ज़्यादा से ज़्यादा। अच्छा अच्छा जगह दिखाया होगा आपको। मैं कुछ नहीं बोलूँगा, इतने कहूँगा कि लाइक करना, कमेंट करना और शेयर करना, और ज़्यादा से ज़्यादा शेयर करना। और इस जगह का अच्छा अच्छा जगह दिखाएंगे आपको। അവൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരുവിധം ഞാൻ മൊത്തം നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നു. നമ്മുടെ നന്ദി ഹിൽസ് ഇത്രേ ഉള്ളൂ. നന്ദി ഹിൽസ് എന്ന് പറയാനായിട്ട് അത്ര വലിയൊരു സ്ഥലമൊന്നുമല്ല, പക്ഷെ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ വരാനായിട്ട് ശ്രമിക്കുന്നത്. കഴിവതും ഇവിടെ രാവിലെ വരുന്നതാണ് നല്ലത്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സൺറൈസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് രാവിലെ വരുന്നതാണ് എപ്പോഴും നല്ലത്.